അടുത്ത നമുക്ക് പിന്നെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ ജോമെട്രിയുടെ രണ്ടാമത്തെ ടൂളാണ് എക്സ്റ്റെൻഡ് പ്രീറ്റ്യൂസ്. അത് എല്ലാതും ഇമ്പോർട്ടൻ്റ് ആയ സംഗതി എന്നല്ല, ചിലൊരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ ഡീപ്പായി പറഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഹെഡ്ര, ഇതൊക്കെ ഒന്ന് ഓരോ ഷേപ്പുകളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, മോഡിഫൈ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ ഷേപ്പുകൾക്ക് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുകയോ ചെയ്യാൻ, ഓരോ ഷേപ്പുകൾ മാറ്റുക. അതേപോലെ ടോറസ് നോട്ട്, വലിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ സംഗതി ഒന്നും അല്ല, ഞാൻ പറഞ്ഞു പോവാണ്. ചാമ്പർ ബോക്സും ചാമ്പർ സിലിണ്ടറും ലാസ്റ്റ് പറയാം, അത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. ഓയിൽ ടാങ്ക് നമ്മൾ സാധാരണ എണ്ണ ടാങ്കിൻ്റെ വേണ്ട ഇതിൻ്റെ ഷേപ്പാണ്. ടാങ്ക് ഡോറിലെ ക്യാപ്സൂളും ഗുളികൻ്റെ ഷേപ്പ്. സ്പ്രിൻറ്റിൽ പറഞ്ഞാൽ മുകൾ വശം കൂർപ്പായ ടൈപ്പ്. ഇതൊക്കെ വരക്കേണ്ട ടൈപ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ മെത്തേഡിന് കേട്ടോ. EST എന്നാൽ എല്ലാകൃതിയിലുള്ള വാള്. നമ്മളിങ്ങനെ തന്നെ വാള് കൊടുക്കുക, വേറെ ഉത്തര വാള് കൊടുക്കുക. ജങ്കൺ എന്നാൽ ഒരു ഉണ്ടാവും, ഓരോ വശങ്ങൾ കൂടുതൽ കൊടുക്കുക ചെയ്യുക. CST ആണ് സിയാകൃതിയിലുള്ള വാള്. റിംഗ് വേവ് ഒരു പ്ലെയിനായ സംഗതിയാണ്, ചെറിയ ഡിസൈൻ വന്നിട്ട് പ്ലെയിനായ സംഗതി. ഹൗസ് എന്നാൽ ഒരു പില്ലർ പോലെ ഉണ്ടാവും, പ്രിസം സാധാരണ പ്രിസം. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ സംഗതി ഒന്നുമില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയ സംഗതി ചാമ്പർ ബോക്സും ചാമ്പർ സിലിണ്ടറും, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽ ആയി പറയേണ്ടത്. അതിൽ ഫസ്റ്റ് ചാമ്പർ സിലിണ്ടർ ക്ലിക്ക് ചെയ്യാൻ ഡ്രാഗ് ചെയ്തു, ഹൈറ്റ് ഇട്ട് കൊടുക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്താൽ അതിനെ ശരി വന്നു. മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഫില്ലറ്റ് ഉണ്ട്. ഫില്ലറ്റ് അതിൻ്റെ ഇൻക്ലിനേഷൻ, ഹൈറ്റ് സെഗ്മെൻറ്റ്, ഫില്ലറ്റ് സെഗ്മെൻറ്റ് കൂട്ടി സ്മൂത്തായി മാറും, സൈഡ് കൂട്ടിച്ചാൽ ഒന്ന് സ്മൂത്തായി മാറും. അപ്പോൾ നമുക്ക് സീറ്റിംഗ് കണ്ടല്ലോ, ആ സീറ്റിംഗ് ഉപയോഗിക്കുക ചെയ്യാം. ഹൈറ്റ് കുറച്ചിട്ടൊക്കെ സീറ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ചാമ്പർ ബോക്സ്, നമ്മൾ ബെഡിനൊക്കെ സാധാരണ ചാമ്പർ ബോക്സാണ് ഉപയോഗിക്കാറ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, ഹൈറ്റ് ഇട്ട് കൊടുക്കുക, ഇട്ടെടുത്തു. എന്നിട്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത്ത് മാറ്റാണ്ട്, വിഡ്ത്ത് മാറ്റാണ്ട്, ഹൈറ്റ് മാറ്റാണ്ട്, ഫില്ലറ്റ് കൂട്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട്, ലെങ്ത്ത് സെഗ്മെൻറ്റ്, വിഡ്ത്ത് സെഗ്മെൻറ്റ്, ഹൈറ്റ് സെഗ്മെൻറ്റ് ഇതൊക്കെ ഓരോന്ന് കൂട്ടി കൊടുത്താൽ ഒക്കെ ചെയ്യാൻ ഓരോന്ന് സ്മൂത്തായി മാറും. അപ്പോൾ ബെഡിനൊക്കെ സാധാരണ ബെഡ് സോഫൊക്കെ ഉപയോഗിക്കും. ഇത് വെച്ചൊരു സോഫ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വെറും ചാമ്പർ ബോക്സ് വെച്ചിട്ട് സോഫ ക്രിയേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് സോഫ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചാമ്പർ ബോക്സ് എടുത്തു, ഒരു ലെങ്ത്ത് ഒരു നീളം കൂടിയ ഒരു ചാമ്പർ ബോക്സ് വരക്കണം. ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ഇട്ടെടുത്തു. അതിൽ വേറൊരു ചാമ്പർ ബോക്സ് എന്ത് ചെയ്യുക, ഒരു ചെറിയ ചാമ്പർ ബോക്സ് പുറത്ത് വരച്ചു ഇട്ടെടുത്തു. ഇതിന് മുകളിൽ കൊണ്ടേക്കണം. അപ്പോൾ ടോപ്പ് വ്യൂ ഇട്ടു. അത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടോപ്പ് വ്യൂ ഇടേണ്ടത്. വയർ ഫ്രെയിം ചെയ്യുക, മൂട്ടോട് ക്ലിക്ക് ചെയ്തു, സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് മൂഡ് കൊണ്ടുവച്ചെടുത്തു. ഇത് കറക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. പക്ഷെ ഇത് സൈസ് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സ്കെയിൽ ചെയ്താൽ മതി. സ്കെയിലും കൂട്ടി കൊടുത്തു, കൊടുക്കുക, ഒന്ന് കൂട്ടി കൊടുത്തു. സെൻറ്റർ ക്ലിക്ക് ചെയ്ത് സെൻറ്റർ എല്ലാ സൈഡിലും മാറും, അവ ചെയ്യരുത്, ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി എന്ത് ചെയ്യാം, സ്കെയില് ഒന്ന് കൂട്ടി കൊടുത്തു, മൂട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിങ്ങനെ ശ്രമിച്ചു. ഞാനൊരു ഒരു കോപ്പി ഷിഫ്റ്റ് എസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കോപ്പി ഇവിടെ എന്നെ കൊണ്ടു വെച്ചെടുത്തു. ഈ സെൻറ്ററിലൊരു കോപ്പി ഇങ്ങനെ കൊടുത്തിട്ടെടുത്തു. ചെറുതാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്താണ്. ഓക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ച് നമുക്ക് അത് ചെറുതാക്കുക, സെൻറ്ററത്ത് മാത്രം ചെറുതാക്കി. അപ്പോൾ ടോപ്പ് വ്യൂ ഓക്കെ. ഇനി ഫ്രണ്ട് വ്യൂ എടുക്കുക. പുള്ളി ഉണ്ടാവും, ഫ്രണ്ട് വ്യൂ എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സെലക്ട് ചെയ്തും സെലക്ട് ചെയ്യുക, ആ മൂന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂട്ട് കൊടുത്തിട്ട് മേലേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഉണ്ടോ, കറക്റ്റ് കൊണ്ടു വെച്ചെടുത്തു. ഇനി പേഴ്സ്പെക്റ്റ് എടുത്ത് നോക്കുക, വയർ ഫ്രെയിം ഓഫ് ചെയ്തു. ഉണ്ടോ, F3 അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇരിക്കണ പോർഷൻ ലെവലായി. ഞാൻ ഇതൊക്കെ റിയലിസ്റ്റിക് ഷെയ്ഡഡ് ആക്കണം, ഷെയ്ഡ് ഒഴിവാക്കാൻ. ഇനി ബാക്ക് ഡ്രസ് വരക്കണം, ചാരിക്കണ പോർഷൻ വരക്കണം. അപ്പോൾ ലെഫ്റ്റ് വ്യൂ ഇട്ടു. അപ്പോൾ ഇങ്ങനെ സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക, ആ ഫ്രണ്ടത്തെ പോർഷൻ മാത്രം സെലക്ട് ആവുള്ളൂ. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ബാക്കത്തും കൂടി സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി ഷിഫ്റ്റ് എസ് ചെയ്ത് കോപ്പി ചെയ്യാൻ ഷിഫ്റ്റ് എസ് ചെയ്യുക, നേരെ മൂവ് ചെയ്തു, ഓക്കെ ഇട്ട് കൊടുത്തു. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി റൊട്ടേഷൻ ക്ലിക്ക് ചെയ്തു, ആംഗിൾ സ്റ്റാബിൾ ഓൺ ആക്കി, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അതിന് 90 ഇട്ട് കൊടുത്തു. ഈ റൊട്ടേഷൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും മൂട്ടോട് ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റോട് കൊടുന്ന് വെച്ച് കൊടുക്കും. ജസ്റ്റ് മേലൊക്കെ മൂവ് ചെയ്ത് വെക്കുക. ഇനി വേണമെങ്കിൽ സ്കെയിൽ ചെയ്യുക, ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടുക. വീണ്ടും മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് ചെറുതായിട്ട് ഉയർത്തിച്ച് കൊടുക്കും. ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഒന്നും കുറക്കട്ടെ, ഒക്കെ ഇങ്ങനെ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക.
ചെറുതായി ചെരിവാണെങ്കിൽ ഈ ആംഗിൾ ഓഫ് ചെയ്യുക, റൊട്ടേഷൻ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെരിക്കുക, അപ്പം പെർസ്പെക്റ്റീവ് എടുത്തു. അപ്പോൾ ചാരിക്കണ പോർഷനും നമ്മൾ ഡബൽ ചെയ്യുന്നു. ഈ ഹാൻഡ് റെസ്റ്റ് കൈ വെക്കണ പോർഷൻ വരക്കണം, അതും ചാംഫർ ബോക്സ് തന്നെ. ചാംഫർ ബോക്സ് എടുക്കുക, അതിൻ്റെ സൈഡ് എടുത്തതിന് ശേഷം വെറുതെ അവിടെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടണില്ലെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മോഡിഫൈ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ആ ഫില്ലറ്റ് പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വേണ്ടത്ര വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. ടോപ്പ് ഇട്ടു, മൂട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എങ്ങനെ വേണ്ട എത്ര വേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുക. ഒന്ന് സ്കെയില് കൂട്ടുണ്ട്, സ്കെയിൽ എന്ത് ചെയ്യുന്നു അങ്ങനെ കൂട്ടി കൊടുക്കുക. മൂട്ട് കൊടുത്തിട്ട് നമുക്ക് പല രൂപത്തിൽ കൊടുക്കുക. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യാം. ഇങ്ങനെ ഇട്ട് കൊടുത്തേ ഫ്രണ്ട് വ്യൂ ഇട്ടു. നമുക്ക് സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂട്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഞാൻ അതിൻ്റെ ഒരു കോപ്പി മേലേക്ക് ഇടണം, മൂട്ട് കൊടുത്തിട്ട് ഭംഗിക്ക് കണ്ടിട്ട് ഷിഫ്റ്റ് എസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നേരെ അങ്ങനെ ഇട്ട് കൊടുത്തു. പോക്കറ്റ് കൊടുക്കുക. വീണ്ടും സ്കെയിൽ എടുത്തിട്ട് നേരെ ഇങ്ങനെ കൂട്ടി കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തു, മൂട്ടോട് എടുത്തിട്ട് കോപ്പി ചെയ്യാൻ ഷിഫ്റ്റ് എസ് ചെയ്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്ത് കൊടുത്തു. ഇനി പെർസ്പെക്റ്റീവ് ഇട്ട് കൊടുക്കുക. കേട്ടോ, സിമ്പിളായിട്ടൊരു സോഫ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പല മോഡലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തു. നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ കോർണറുണ്ട്, കളർ മാറ്റാനുള്ള പോർഷൻ്റെ ക്ലിക്ക് ചെയ്യുക, കളർ മാറ്റി കൊടുക്കുക. വേറെ കളറൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് അടുത്ത ഓരോ പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ബ്ലാക്ക് ഇട്ട് കൊടുത്തു, മാറ്റി. ഇനി മൊത്തത്തിലും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ഇട്ട് കൊടുത്താൽ ഒറ്റ ഫയലായി മാറുകയും ചെയ്തു. ഇനി നമുക്ക് ടോപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മിറർ ആയിരുന്നു ഓപ്പോസിറ്റ് തിരിഞ്ഞു തരണം. ആ മിറർ ടൂൾ ഉണ്ട്, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മിറർ ക്ലിക്ക് ചെയ്യുക. മിറർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആക്സിലെ മിറർ ആണോ, വൈയിൽ നമുക്ക് മിറർ ആവേണ്ടത്, അപ്പോൾ വൈ ആക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് നേരെ മിറർ ആക്കാം, നമുക്ക് കോപ്പി മിറർ ആവേണ്ടത്. അപ്പോൾ തൊട്ടടിയിലുണ്ട് കോപ്പിന് ഓപ്ഷൻ ഉണ്ട്, കോപ്പി ഇട്ട് കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. കേട്ടോ, നേരെ മിറർ എടുക്കുക. ഈ സൈഡിൽ വേണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് കോപ്പി ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. റൊട്ടേഷൻ എടുക്കുക. ഓൾറെഡി നമ്മൾ നേരത്തെ 90 ആക്കി കൊടുത്തോണെങ്കിൽ 90 ആക്കേണ്ട ആവശ്യമില്ല. മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു, നേരെ മേലേക്ക് ഒന്നിച്ച് കൊടുത്തു. ഇത് നേരെ കറക്റ്റ് ഇവിടെ നിൽക്കുക. ഇത് നേരെ കറക്റ്റ് ആക്കി കൊടുത്തു. ഇത് ഇതേപോലെ നേരെ ഇങ്ങനെ കൂടെ വെച്ചെടുത്തു ഇട്ടെടുക്കുക. ഇപ്പോൾ പെർസ്പെക്റ്റീവ് എടുത്തു. ഇവനക്ക് അടിയിൽ ജസ്റ്റ് ഒരു സ്റ്റാൻഡ് എടുക്കാൻ വന്നിട്ട് അവിടെ പ്ലെയിൻ വരച്ചു, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ വരച്ചിട്ടെടുത്തു. ഇനി എക്സ്റ്റെൻഡ് എടുക്കാൻ വന്നിട്ട് എന്ത് ചാംഫർ ബോക്സ് എടുത്തിട്ട് ഇവിടെ നമുക്ക് ചാംഫർ ബോക്സ് എന്ത് വരക്കാറുണ്ട്, ഇവിടെ കോർണറിൽ എന്ത് ചെയ്യാം ഇട്ടെടുക്കുക. അതിന് കോപ്പി ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി അവിടെ എന്ത് ചെയ്യുക കണ്ടെടുത്തു. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കളർ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ ഇട്ടെടുത്തു. ഇത് സെറ്റ് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വൈറ്റ് ഇട്ടെടുക്കുക. ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു സോഫ നമുക്ക് ടീപ്പോയെ വരക്കണമെങ്കിൽ വീണ്ടും ചാംഫർ ബോക്സ് ഇട്ട് എന്ത് ചെയ്യുക, ചെയ്ത് ഇങ്ങനെ ഇട്ടെടുക്കുക. അതും ഇതേപോലെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, കളറ് മാറ്റി കൊടുക്കുക. അങ്ങനെ ഓരോ ഒബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ വരച്ചുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഇതേപോലെ ഡിഫറെൻറ്റ് 2-3 മോഡലൊക്കെ ചാംഫർ ബോക്സ് പല ഐഡിയാസ് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ശരി.